ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വെള്ളത്തിലിടണ്ട, കുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് 250 ml കപ്പാണ്. ഇതേലെ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ആ അരിപ്പൊടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടണം. അതിൻ്റെ 1/2 കപ്പ് തേങ്ങ, പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് ചോറ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന മട്ടർ റൈസാണ്. നിങ്ങൾക്ക് വെള്ള റൈസ് എടുക്കാമെങ്കിൽ അപ്പം നല്ല വെള്ളയായിട്ടിരിക്കും. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടണം. ഒരു ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എന്നാലും പഞ്ചസാര ഇട്ടാലും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഹോഴ്സിൻ്റെ അരിപ്പൊടിയാണ്. സാധാരണ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഡബിൾ ഹോഴ്സിൻ്റെ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം, അത് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആദ്യമേ ഉള്ള വെള്ളമെല്ലാം ഒരുമിച്ച് ഒഴിക്കരുത്. പൊടിയുടെ അനുസരിച്ച് വേണം. നമുക്ക് പല പൊടിക്കും പല അളവാണ് വെള്ളത്തിൻ്റെ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും 2 കപ്പ് വെള്ളത്തിൽ വെള്ളം വേണം. പക്ഷേ എന്നാലും നമ്മൾ ആദ്യം കൂടുതൽ ഒഴിക്കരുത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇത് ഇളക്കിയിട്ടുണ്ട്. അപ്പം 2 കപ്പ് വെള്ളമാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അപ്പം ഉണ്ടാക്കും. ഞാനിതിൽ ചേർത്തിരിക്കുന്ന ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് അങ്ങ് ചേർക്കാതെ ചെറിയ തരിതരിയായിട്ടുള്ള ഈസ്റ്റാണ്. നിങ്ങൾ ഈസ്റ്റ് മേടിക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഫ്രിഡ്ജിലുമൊക്കെ വെച്ചിരുന്ന് പഴയ ഈസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പൊങ്ങി വരുത്തൊന്നുമില്ല, അപ്പം നന്നാകത്തുമില്ല. അതുകൊണ്ട് എപ്പോഴും ഈസ്റ്റ് പുതിയതായിരിക്കണം. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ചില ഡ്രൈ ഈസ്റ്റ് ഉണ്ട് വേറെ. അത് കുഞ്ഞു കടുക് മണി പോലെ ഇരിക്കുന്ന അത്രയുള്ള ഈസ്റ്റ് ഉണ്ട്. അതാണെങ്കിൽ നേരിട്ട് ചേർക്കാൻ ഒക്കത്തില്ല. അതാണെങ്കിൽ അത് ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 1/2 ടീസ്പൂണിന് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കി വെക്കണം. കലക്കി ഒരു പാത്രത്തിൽ കലക്കി വെച്ച് അവിടെ മാറ്റി വെക്കണം. കുറച്ച് നേരം കൂടി 10-20 മിനിറ്റിനകത്ത് 10-15 മിനിറ്റിനകത്ത് അത് നല്ലോണം പൊങ്ങി വരും. അന്നെങ്കിൽ മാത്രമേ അത് ചേർക്കുക. പൊങ്ങി വരുന്ന ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ. പൊങ്ങി വന്നില്ലെങ്കിൽ ആ ഈസ്റ്റ് കൊള്ളരുതാത്ത ഈസ്റ്റാണ്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം, അങ്ങനെ ചേർക്കാവുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിലാണ്, ഒരു ചെറിയ ചൂടുവെള്ളം, അല്ലാതെ വലിയ ചൂടുവെള്ളത്തിൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ അത് പൊങ്ങി വരത്തില്ല. ചൂടില്ലാത്ത വെള്ളത്തിലാണെങ്കിലും പൊങ്ങി വരത്തില്ല, ചൂട് കൂടിയാലും പൊങ്ങി വരത്തില്ല. എപ്പോഴും ഒരു നോർമൽ, ഒരു ഇളം ചൂടുവെള്ളം. അതുപോലെ അപ്പത്തിന് മാവ് അരയ്ക്കുന്നതും ഈ പൊടി ഈസ്റ്റ് ചേർത്ത് അരയ്ക്കുമ്പോഴും ഇളം ചൂടുവെള്ളത്തിലേ അരിപ്പൊടി അരയ്ക്കാവുള്ളൂ. അല്ലാതെ വലിയ ചൂടാണെങ്കിൽ അരിപ്പൊടി അങ്ങ് വെന്ത് പോവും, ഈസ്റ്റും അങ്ങ് ചീത്തയായി പോവും. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ശ്രദ്ധിച്ചോണം. അരിപ്പൊടി ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളം, ഈസ്റ്റിനകത്ത് വെള്ളം ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളം. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് പൊങ്ങി വരികയും ചെയ്യും. തേങ്ങയാണെങ്കിൽ ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന തേങ്ങയാണെങ്കിൽ അതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരത്തില്ല ഈസ്റ്റ് ഉണ്ടെങ്കിൽ. ഇത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 2ആയിട്ടാണ് അരച്ചത്. ഒരു ട്രിപ്പ് ഞാൻ ആദ്യം ഇതിൽ അരച്ചൊഴിച്ചു, 2ആയിട്ടാണ് അരച്ചത്. ഇപ്പം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തത്. ഓരോ പൊടിക്കും അനുസരിച്ചിരിക്കും വെള്ളം. നിങ്ങൾ ഒഴിക്കുമ്പം 2.5 ഒഴിച്ചിട്ട് നോക്കി ഒഴിക്കാവുള്ളൂ വെള്ളം. എന്നിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കലക്കണം. സ്പൂണുണ്ട്, കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരച്ച് വെച്ച മാവ് ഒരു 2 മണിക്കൂർ നേരം ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇത് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ് 2 മണിക്കൂർ. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ഇടുകയാണെങ്കിൽ വെറും അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ,
നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസ് എല്ലാം പോകും. അതുകൊണ്ട് എല്ലാം ചേർത്ത് വെച്ചിരിക്കുവാണല്ലോ, ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒന്നും പ്രത്യേകിച്ചിന് ഇളക്കി ചേർക്കാനില്ല. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു, എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിക്കണം. കുറച്ച് ബബിൾസ് വന്നതിന് ശേഷം അടയ്ക്കാവുള്ളൂ. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നല്ലതായി. നിങ്ങൾക്ക് അരിയൊക്കെ മൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ടാൽ മതി. ഇനി ഈ അപ്പം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എൻ്റെ ഒരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ട്. എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ്. അതുണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് തേങ്ങ, ഇത്ര ഇഞ്ചി, ഇത്രയും ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളങ്ങ് എടുത്തോണം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ടായിരുന്നു. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചമ്മന്തി ചേർക്കാം. ഇത് കൂടുതൽ അങ്ങ് അരയ്ക്കൊന്നും വേണ്ട, രണ്ടിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചാൽ മതി. ഈ ചമ്മന്തിക്ക് നല്ല മണമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഈ ചമ്മന്തി എത്രത്തോളം ടേസ്റ്റാണെന്നുള്ളത്. ഇതെൻ്റെ വള്ളികുന്നത്തുകാരുടെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. എൻ്റെ വള്ളികുന്നം എന്ന് പറയുന്നത് എൻ്റെ വീട് വള്ളികുന്നം കേട്ടോ. കായംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ ഫിനിഷ് ആകുകയാണത്. കണ്ടു, എല്ലാം റെഡി. ഇത്രയും മതി, കൂടുതൽ കരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ്ടേ, നോക്കിയേ, നിങ്ങളത് നോക്കിയേ, എന്തൊരു സോഫ്റ്റ് അപ്പമാണെന്ന് നോക്കിയേ. അരി അരയ്ക്കേണ്ട, ഒന്നും അരയ്ക്കേണ്ട. നിങ്ങൾക്ക് വെറും 2 മണിക്കൂറിനകത്ത് നല്ല സൂപ്പറായിട്ട് അപ്പം ഉണ്ടാക്കാം. ഇതാണ്ട്, ഇത് കുറച്ച് സൈഡൊക്കെ ഇച്ചിരി മൊരിച്ചതാണ്. ഇത് സൈഡ് ഒന്നും കൂടുതൽ മരിക്കാത്ത കണ്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.